ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് നോക്കാനുള്ളത്. അതായത് ഏസർ കമ്പനി പ്രൊഡ്യൂസേഴ്സ് monitors of various sizes for personal computers. The company has decided to train some of the employees as inspectors. The basis of their selection was to be their scores on an aptitude test. They were then given some training and put to work as inspectors. After 2 weeks, the work as inspectors, their proficiency was measured by their output per shift. Determining is there any relationship between the performance of inspectors and their test scores as well as their year of experience. ടെസ്റ്റ് സ്കോർ തന്നിട്ടുണ്ട്, ഇയർ ഓഫ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് പെർ ഷിഫ്റ്റും തന്നിട്ടുണ്ട്. അത് മൂന്നും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അറിയാനാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു കമ്പനി മോണിറ്റർ പല സൈസിലുള്ള മോണിറ്ററുകൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ആളുകൾക്ക് അതിൻ്റെ ഇൻസ്പെക്ടറായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്കോറൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്, പിന്നെ ഔട്ട്പുട്ട് പെർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് നമുക്ക് തന്നുള്ളത് X1 X2, അതായത് ടെസ്റ്റ് സ്കോറും ആൻഡ് എക്സ്പീരിയൻസ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സും. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ് നമുക്ക് തന്നിട്ടുള്ളത് 2 ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് X1 എന്ന് പറയുന്നത് ടെസ്റ്റ് സ്കോറ്, X2 എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ്. Experience in number of years. Y represents output per shift. Y എന്ന് പറയുന്നതാണ് എന്ത്, ഔട്ട്പുട്ട് പെർ ഷിഫ്റ്റ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും വാല്യൂസിൽ നിന്ന് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് YC is equal to B0 plus B1x1 plus B2 x2. ഇതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള B0, B1, B2 ആണ് നമുക്ക് 3 ഇക്വേഷനിലൂടെ നമുക്ക് കാണാനുള്ളത്. B0യും B1ഉം B2 ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ അതിന് നമ്മൾ ഓരോന്ന് കാണണമെങ്കിൽ സിഗ്മ Y എന്ന് പറയുമ്പോൾ NB0 പ്ലസ് B1 സിഗ്മ X1 പ്ലസ് B2 സിഗ്മ X2. ഓക്കെ, ഇനി സിഗ്മ X1Y എന്ന് പറയുമ്പോൾ B0 സിഗ്മ X1 പ്ലസ് B1 സിഗ്മ X1 സ്ക്വയർ പ്ലസ് B2 സിഗ്മ X1 X2. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക, ഇക്വേഷൻ വരിക. ഇനി സിഗ്മ X2Y രണ്ടാമത്തേതിൻ്റെ വരുമ്പോൾ B0 സിഗ്മ X2 പ്ലസ് B1 സിഗ്മ X1 X2 പ്ലസ് B2 സിഗ്മ X2 ദ സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിനി ഓരോന്നും വാല്യൂസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Y ഉണ്ട്, X1 ഉണ്ട്, X2 ഉണ്ട് അല്ലേ. Y ഉണ്ട്, കുറേ കള്ളികൾ വരുന്നുണ്ട്. X1, X2, പിന്നെ നമുക്ക് X1Y വരണം. സോറി, X2Y വരണം, X1 X2 വരണം, X1 സ്ക്വയർ, X2 സ്ക്വയർ. ഇത്രയാണ് നമുക്ക് കാണാനുള്ളത്. എന്നിട്ട് ഓരോ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് റിഗ്രഷൻ ഇക്വേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ തന്നെയാണ്, അധികാര്യമായിട്ട് ടഫൊന്നുമില്ല. ഇത് അത് നമുക്ക് തന്നിട്ടുണ്ട്. വൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഔട്ട്പുട്ട് പെർ ഷിഫ്റ്റാണ് അല്ലേ. ഔട്ട്പുട്ട് പെർ ഷിഫ്റ്റ് എത്ര തന്നിട്ടുള്ളത്? 20 ഉണ്ട്, 60, 70, 50, 30. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 230 വരും. ഓക്കെ, ഇനി നമുക്ക് X1 തന്നിട്ടുണ്ട്. X1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെസ്റ്റ് സ്കോർ എത്രയായിരുന്നു? 50,
80 80 90 20. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 320. ഇനി X2 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ടായിരുന്നു? നമ്പർ ഓഫ് ഇയർ ഓഫ് എക്സ്പീരിയൻസ്. ഇയർ ഓഫ് എക്സ്പീരിയൻസ് എത്രയാണ്? 2 8 5 6 3. എത്ര? ടോട്ടൽ 24 വരും. ഓക്കെ, ഇത് നമുക്ക് X1 Y X1 X2 തന്നിട്ടുണ്ട്. ഇനി X1 Y അതായത് X1 ഇൻറ്റു Y. X1 എത്ര? 50. Y എത്ര? 20. അപ്പോൾ 25 10 1000. X1Y 1000. 60 6 48 4800. 5600. ഓക്കെ, 4500. ഓക്കെ, 600. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 16500. ഇനി നമുക്ക് X2Y പറയുന്നുണ്ട്. X2Y എന്ന് പറയുമ്പോൾ ഈ X2ഉം ഈ Yയും 40 480. ഓക്കെ, 350 300 90. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 1260. ഇനി നമുക്ക് എന്താ ഉള്ളത്? X1 X2. X1ഉം X2ഉം 25 10 100 640 400 540 60. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1740. ഇനി X1 സ്ക്വയർ. X1 എത്രയാണ്? 50. 50ൻ്റെ സ്ക്വയർ 2500. 8ൻ്റെ 6400 6400. ഓക്കെ, 9 8100 400. അതിൻ്റെ ടോട്ടൽ 23800. നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം കേട്ടോ. X1 സ്ക്വയർ. ഇനി X2 സ്ക്വയർ. X2 സ്ക്വയർ 4 8 64 5 25 6 36 9. അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 138. അപ്പം നമുക്ക് ആവശ്യമുള്ള വാല്യൂസൊക്കെ കിട്ടി. ഇനി ഈ വാല്യൂസ് മുഴുവനും നമ്മൾ ആ 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? റിഗ്രഷൻ ഇക്വേഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ 3 ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് ഇക്വേഷൻസ് അല്ല, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ്. ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 320B1. അതായത് ഫസ്റ്റ് ഇക്വേഷൻ നമ്മളവിടെ നോക്കിയതല്ലോ. സിഗ്മ Y = NB0 + B1 സിഗ്മ X1 + B2 സിഗ്മ X2. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ NB0 N എത്രയാണ്? 5. B0 അറിയില്ല. B0 B1 ആണ് കാണേണ്ടത്. B1 സിഗ്മ X1. സിഗ്മ X1 നമുക്ക് അറിയാം 320. അപ്പോൾ 320 B1 പ്ലസ് സിഗ്മ X2 അറിയാം നമുക്ക് എത്രയാണ്? 24 B2. അല്ലേ, 24 B2. ഇതിന് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ X1 Y B0 സിഗ്മ X1 + B1 സിഗ്മ X1 സ്ക്വയർ + B2 സിഗ്മ X1 X2. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക. സിഗ്മ X1 നമുക്ക് 320 അറിയാം. 320 B0 പ്ലസ് സിഗ്മ X2 എത്രയാണ്? 1740 B1 പ്ലസ് സിഗ്മ X1 X2 എത്രയാണ്? സിഗ്മ X1 X2 138 B2 ഈസ് ഈക്വൽ ടു 1200. സോറി അവിടെ തെറ്റുപറ്റി. ഇതെല്ലാം ഒന്നുകൂടി നോക്കുക. സിഗ്മ X1 Y B0 സിഗ്മ X1 എത്ര ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്? സിഗ്മ X1 ടോട്ടൽ എത്ര കിട്ടിയിട്ടുള്ളത്?
320 B0. ഓക്കെ. പിന്നെ B0 സിഗ്മ x1 23,800 B1. നോക്കുക, പ്രോബ്ലത്തിൽ നോക്കൂ. പിന്നെ 174 1740 B2. ദാറ്റ് ഈസ് ഈക്വൽ ടു 16,500. ഇത് ഇക്വേഷൻ 2. ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു 230 എന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ഇക്വേഷൻ 1. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തേലും കൂടി അപ്ലൈ ചെയ്യാം. സിഗ്മ x2y ഈക്വൽ ടു B0 സിഗ്മ x2 പ്ലസ് B1 സിഗ്മ x1 y1 അല്ല x1 x2 പ്ലസ് B2 സിഗ്മ x2 ദ ഹോൾ സ്ക്വയർ. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് കിട്ടിയത് 24 B0 പ്ലസ് 1740 B1 പ്ലസ് 138 B2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1260. ദിസ് ഈസ് തേർഡ് ഇക്വേഷൻ. ഇങ്ങനെ നമ്മൾ 3 ഇക്വേഷനിലും ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, 3 ഇക്വേഷനിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കതൊന്ന് ഓരോന്നും കണ്ട് പിടിക്കണം. അപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ 64 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ 320 B0 എന്നുള്ളത് ക്ലിയർ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 വിത്ത് 64 64 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 5B0 പ്ലസ് 320 B1 പ്ലസ് 24 B2 ഇസ് ഈക്വൽ ടു 230. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഇൻറ്റു 64 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെയ്യുമ്പോൾ 5B0 എന്നുള്ളത് 320 B0 പ്ലസ് 480 B1 പ്ലസ് 1536 B2 ഈക്വൽ ടു 14,720 എന്ന് കിട്ടും. അതപ്പോൾ വേറെ ഇക്വേഷനായി. അതിൻ്റെ കൂടെ നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് 320 B0 പ്ലസ് 23,800 B1 പ്ലസ് 174 B2 ഇസ് ഈക്വൽ ടു 16,500. ഓക്കെ, ഇത് തേർഡ്. ഇനി 2 നമ്മൾ മൈനസ് തേർഡ്, മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന്. അതായത് അപ്പോൾ നമുക്ക് കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ കിട്ടും B0, അതായത് 0B0 പ്ലസ് 3320 B1 പ്ലസ് 204 B2 ഈസ് ഈക്വൽ ടു 1780. അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 3320 B1 പ്ലസ് 204 B2 ഈക്വൽ ടു 1780. ഇതിന് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ ഇക്വേഷൻ 1ഉം 3ഉം കൂടി കൺസിഡർ ചെയ്യാം. ഇനി ഇതുപോലെ ഇക്വേഷൻ 1ഉം 3ഉം ഇക്വേഷൻ 1 ആൻഡ് 3 ഒന്നാമത്തെയും മൂന്നാമത്തെയും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 5B0 പ്ലസ് 320 B1 പ്ലസ് 24 B2 ഈക്വൽ ടു 230 അല്ലേ? പിന്നെ മറ്റേ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 24B0 പ്ലസ് 1740 B1 പ്ലസ് 138 B2 ദാറ്റ് ഈസ് ഈക്വൽ ടു
1260. അപ്പോൾ ഇതിനെ നമ്മൾ സെയിം ആക്കിയാലാണ് നമുക്കത് ഇക്വേറ്റ് ചെയ്ത് മൈനസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ഇക്വേഷൻ 1നെ 24 കൊണ്ടും ഇക്വേഷൻ 3നെ 5 കൊണ്ടും ഇൻറ്റു ചെയ്യാം. അതായത് 1നെ 24 കൊണ്ടും 3നെ 5 കൊണ്ടും ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 120B0 പ്ലസ് 7680B1 പ്ലസ് 576B2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5520. പിന്നെ നമുക്ക് മറ്റത് കിട്ടുന്നതാണ് 120B0 പ്ലസ് 8700 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം കേട്ടോ, പ്ലസ് 690B2 ഈസ് ഈക്വൽ ടു 6300 അല്ലേ. അപ്പം ഇനി 5 മൈനസ് 4 വലുതും ചെറുത് നമ്മൾ കുറയ്ക്കുകയാണ്. വലുതും ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1020B1 പ്ലസ് 1114B2 ദാറ്റ് ഈസ് ഈക്വൽ ടു 780. ഇതിന് നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി വെച്ച് നോക്കുന്നു. അതായത് എയും ലെറ്റ് us take A and B to solve equation. എയും ബിയും ഫോർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയും ബിയും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എ എന്തായിരുന്നു ഇവിടെ വന്നിരുന്നത്? എ എന്താണ് ലാസ്റ്റ് വന്നത്? 3320B1 3320B1 പ്ലസ് 204B2 ഈക്വൽ ടു 1780. ഇത് എ. ഇനി ബി എന്താ? അതായത് 1020B1 പ്ലസ് 114B2 ഈസ് ഈക്വൽ ടു 780. ഇത് ബി അല്ലേ. മൾട്ടിപ്ലൈ ഇക്വേഷൻ എ വിത്ത് 114 ആൻഡ് ഇക്വേഷൻ ബി വിത്ത് 204. ദെൻ നമ്മൾ ഇനി ഇത് വീണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് ഇക്വേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എനെ മൾട്ടിപ്ലൈ ഇക്വേഷൻ എ വിത്ത് 114 ഇക്വേഷൻ ബി വിത്ത് 204. എന്നാലാണ് നമുക്കിത് കോമൺ ആയിട്ട് ഫിഗർ വന്നിട്ട് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം കേട്ടോ. അതായത് 3,78,480 B1 പ്ലസ് 23,256 B2 ഈസ് ഈക്വൽ ടു 2,09,20. അതാണ് ആറാമത്തെ ഇക്വേഷൻ. ഇതുപോലെ മറ്റേതിനും കൂടി ചെയ്യുമ്പോൾ 2,08,080 B1 പ്ലസ് 23,256 B2 ഈസ് ഈക്വൽ ടു 1,59,120. ഇത് 5, 6, 7, 8ാമത്തെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 6 - 7 അതായത് 5 6 നമ്മൾ 6 7 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെയ്ത് നോക്കുക. 1,70,400 B1 ഈസ് ഈക്വൽ ടു 43,800. സോ ബി അല്ലേ. സോ B1 ഈസ് ഈക്വൽ ടു 43,800 ഡിവൈഡഡ് ബൈ 1,70,400. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.257. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് B1. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് B1. B1ൻ്റെ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ ഇക്വേഷൻ നമ്പർ 6 ഇക്വേഷൻ നമ്പർ 6 നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ. B1ൻ്റെ വാല്യൂ എത്രയാണ്? 0.257. അപ്പോൾ ഇക്വേഷൻ 6 എന്താണ്? ആറാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 3,78,480 B1 പ്ലസ് 23,256 B2 ഈക്വൽ ടു 2,09,20.
2920. ഇതാണ് നമ്മളുടെ ആറാമത്തെ ഇക്വേഷൻ അല്ലേ, 6th വന്ന്. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ B1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം, 0.257 ഇടുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 3,78,480 ഇൻറ്റു 0.257 പ്ലസ് 23,256 B2 ഇസിക്കൽ ടു 2,02,220 എന്ന് കിട്ടും. അതിൻ്റെ ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടുക 97,269 പ്ലസ് 23,256 B2 ഇസിക്കൽ ടു 2,02,220. ഓക്കെ, ലാസ്റ്റ് നമുക്ക് കിട്ടും 2,0,2,20 മൈനസ് 9,7,3,6,9 ദാറ്റ് ഈസ് ഈക്വൽ ടു 5,5,1. ഇതെന്ന് പറഞ്ഞത് എന്താണ്, 23,25,6 B2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B2 ഈസ് ഈക്വൽ ടു 10,5,5,1 ഡിവൈഡഡ് ബൈ 23,256 ഈസ് ഈക്വൽ ടു 4.54 അല്ലേ. B1 കിട്ടി. നൗ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് B2 അല്ലേ. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് B2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, B1ഉം B2 അല്ലേ. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് Now we want to find out the value of B2. B2 നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, now we want to find out the value of B0. അതായത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് B1ഉം B2 ഒക്കെ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ 5B0 പ്ലസ് 320 B1 പ്ലസ് 24 B2 ഇസിക്കൽ ടു 230 അതിൽ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ B0 ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ 5B0 അവിടെ കിടക്കുന്നുണ്ട് പ്ലസ് 320 ഇൻറ്റു 0.57 പ്ലസ് 24 ഇൻറ്റു 4.54 ഇസിക്കൽ ടു 230. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 5B0 ഇസിക്കൽ ടു 230 മൈനസ് 191.2. സോ ദ ഈക്വൽ ടു 38.8. സോ B0 ഇസിക്കൽ ടു 38.8 divided by 5 that is equal to 7.76. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂട്ട് all these values to multiple regression equation. അതായത് എന്തായിരുന്നു, YC is equal to B0 plus B1x1 plus B2x2. നമ്മൾ എഴുതുമ്പോൾ 7.76 plus 0.257 x1 plus 4.54 x2. ഓക്കെ, ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു YC. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കുറേ ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക. ഞാൻ ഫ്രീ ആകുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.